നമ്മുടെ അനുമോളുടെ അമ്മ ലൈവിൽ വന്നു പോയതിനു ശേഷം നിങ്ങളത് ഇനി കാണാൻ പോവുകയാണ്. അതിനുശേഷം അനുമോളുടെ ഗെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അത് അനുമോൾ ഇന്നലെ പറയുകയുണ്ടായി. നമ്മളിപ്പോൾ ലൈവിൽ കാണും. ഇത് രാത്രിയോട് കൂടി ലൈവിൽ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അതായത് അനുമോൾ പറയുന്നത് അനുമോളുടെ ഗെയിം ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കണം എന്നാണ്. അതായത് അനുമോൾക്ക് പുറത്ത് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ടെന്നും പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നും എന്തായാലും 100 ദിവസം വരെ അവിടെ നിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോളെന്ന് അനുമോൾക്ക് മനസ്സിലായി. കാര്യം അനുമോളുടെ അവിടെ വന്ന നമ്മുടെ അമ്മയും അനിയത്തിയും എല്ലാവരും അതിനുള്ള ഹിൻറ്റ് കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്, മനസ്സിലാവുകയും ചെയ്യും. ഇനി പഴയതുപോലെ എല്ലാവരുടെ മുമ്പിലും കരഞ്ഞ് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചും കൂടെ സ്ട്രോങ് ആയി ബോൾഡായി നിൽക്കാൻ തന്നെയാണ് അനുമോളുടെ തീരുമാനം. അത് ലൈവിൽ നമ്മുടെ ആതിരയോടും നൂറയോടും പറയുന്നത് കേട്ടു. ഇനി എങ്ങനെ നിൽക്കണമെന്ന് കാണിച്ചു തരാം, ഇനിയാണ് തൻ്റെ ഗെയിം, തൻ്റെ കളി എന്താണെന്ന് കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് അനുമോൾ, അനീഷ്, ഷാനവാസ്, അക്ബർ തുടങ്ങിയ ആളുകൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ടെന്നും അവരൊന്നും ഉടനെ പോകില്ലെന്നും അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഈ ഫാമിലി വീക്ക് കൊണ്ടുള്ള ഏക പ്രയോജനം. പ്രത്യേകിച്ച് അനുമോൾ ഇനി ആ പ്ലാച്ച് പാവയുമായിട്ടുള്ള ഇമോഷണൽ ഗെയിമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ആദിലയോടും നൂറയോടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ ദിവസം മുതൽ അങ്ങനെയാണ് പറയുന്നത്, ഈ നിമിഷം മുതൽ ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കപ്പ് ഉയർത്താൻ വേണ്ടിയുള്ള ജൈത്ര യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തായാലും കളികൾ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.